ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. ചില സുപ്രധാന താരങ്ങളെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ റിലീസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന ഓപ്ഷനിൽ കുറച്ചധികം താരങ്ങളെ അവർക്ക് ആവശ്യമായി വരികയാണ്. 43 കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ബാലൻസ് ആയിക്കൊണ്ടുവരുന്നത്. ഏതായാലും CSKയുടെ ഒരു പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു പോസിബിലിറ്റി നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 2 പൊസിഷനുകൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ പൊസിഷനുകളിലേക്ക് ആരൊക്കെ വരും എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഓപ്പണർമാരായിക്കൊണ്ട് ആയുഷ് മാത്ര, രുദ്രാജ് ഗെയ്ക്വാദ് എന്നിവരെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 3-ാം നമ്പറിലായിരിക്കും മലയാളി താരമായ സഞ്ജു സാംസൺ വരിക. പിന്നീട് വിദേശ താരമായ ഡിവാൾഡ് ബ്രവിസിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 5-ാം നമ്പർ ബാറ്റ്സ്മാൻ ആയിക്കൊണ്ട് ശിവം ദൂബെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 6-ാം നമ്പറിൽ ആര് വരും എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യം. അതായത് 6-ാമതായിക്കൊണ്ട് ബാറ്റ് ചെയ്യാൻ ഒരു മികച്ച താരത്തെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇപ്പോൾ ആവശ്യമായി വരികയാണ്. 7-ാമതായിക്കൊണ്ട് MS ധോണിയെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 8-ാമത്തെ പൊസിഷനിലേക്ക് ഒരു മികച്ച താരത്തെ ചെന്നൈ സൂപ്പർ കിങ്സിന് ആവശ്യമായി വരികയാണ്. 9 സ്പിന്നറായ നൂർ അഹമ്മദ് ഉണ്ടാകും. 10-ാമത് അൻഷുൽ കമ്പോജിനെ നമുക്ക് പ്രതീക്ഷിക്കാം. മികച്ച പ്രകടനം അദ്ദേഹം ഇപ്പോൾ പുറത്തെടുക്കുന്നു. അതുപോലെ തന്നെ 11-ാമത് വിദേശ താരമായ നദാൻ എല്ലിസിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇമ്പാക്റ്റ് പ്ലെയർ ആയിക്കൊണ്ട് ഖലീൽ അഹമ്മദിനെ അവിടെ ഉപയോഗപ്പെടുത്താം. അതായത് നിലവിൽ ആവശ്യമായി വരുന്നത് 6-ാം നമ്പറിലേക്കും 8-ാം നമ്പറിലേക്കുമാണ്. അതായത് 6-ാം നമ്പറിലേക്ക് ഒരു മികച്ച ബാറ്ററെ ചെന്നൈ സൂപ്പർ കിങ്സിന് ആവശ്യമായി വരികയാണ്. 8-ാം നമ്പറിലേക്ക് ഒരു സെക്കൻഡ് സ്പിന്നറെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ആവശ്യമായി വരുന്നത്. ഇനി ഈ പൊസിഷനുകളിലേക്കുള്ള 3 ഓപ്ഷനുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. 1-ാമത്തെ ഓപ്ഷൻ അഥവാ ഓപ്ഷൻ എ, ലിയാം ലിവിങ്സ്റ്റനെ കൊണ്ടുവരിക. കൂടാതെ രവി ബിഷ്ണോയ്, അതല്ലെങ്കിൽ രാഹുൽ ചഹർ, അതല്ലെങ്കിൽ വിഘ്നേഷ് പുത്തൂർ, ഈ 3 താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓപ്ഷൻ എ. ഇനി ഓപ്ഷൻ ബി എന്നുള്ളത് കാർത്തിക് ശർമ്മയെ കൊണ്ടുവരിക. അതോടൊപ്പം വിദേശ താരമായ അക്കീൽ ഹുസൈനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി ഓപ്ഷൻ സി വരുന്നത് ജാമി സ്മിത്തിനെ കൊണ്ടുവരിക. കൂടാതെ പ്രശാന്ത് വീറിനെ കൊണ്ടുവരിക. ഇങ്ങനെയാണ് ഓപ്ഷൻ സി വരുന്നത്. കൂടാതെ മറ്റൊരു ഓപ്ഷനെ കൂടി നമുക്കൊന്ന് പരിഗണിക്കാം. അതായത് ഡേവിഡ് മില്ലറെ കൊണ്ടുവരിക. അതോടൊപ്പം ഇന്ത്യൻ ഓൾറൗണ്ടറായ പ്രശാന്ത് വീറിനെ കൊണ്ടുവരിക. ഇങ്ങനെയാണ് ചില ഓപ്ഷനുകൾ വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.